ഇതൊരു കുഞ്ഞു സിനിമയാണേ, വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ തിയേറ്ററുകളിലേക്ക് വന്ന് ഒന്ന് വിജയിപ്പിച്ച് വിടണേ എന്നൊക്കെ സംവിധായകനായ ജിത്തു ജോസഫ് പറയുമ്പോൾ അത് വെള്ളം തൊടാതെ മലയാളികൾ വിശ്വസിക്കില്ല എന്ന് ജിത്തു ജോസഫിന് നന്നായിട്ടറിയാം. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചാണ്. ദൃശ്യം എന്ന സിനിമ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു ക്ലീൻ എൻ്റർടൈനർ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് അവസാനം ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റും നാണിന്മേൽ കളിയും സീറ്റഡ്ജ് ത്രില്ലറുമായിട്ട് മലയാളി പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് വിട്ട അതേ സംവിധായകനായ ജിത്തു ജോസഫ് 2020 ദൃശ്യം 2 വരുന്ന സമയത്ത് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഇതൊരു സാധാരണ സിനിമയാണ്, ഇതൊരു കുഞ്ഞു പടമാണ്, ഇതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ദൃശ്യത്തിൽ കണ്ട വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഈ പടത്തിലുണ്ടാവില്ല, ഇതൊരു സാധാരണ കുഞ്ഞു സിനിമയായിട്ട് വന്ന് നിങ്ങൾ കണ്ടാൽ മതി എന്നും സംവിധായകനായ ജിത്തു ജോസഫ് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, കോവിഡിനിടയിൽ ചുമ്മാ എടുത്തതായിരിക്കും, കോവിഡിൽ സിനിമയൊന്നുമില്ലല്ലോ, അപ്പോൾ ചുമ്മാ എടുത്തതായിരിക്കും എന്ന് പല മലയാളി പ്രേക്ഷകരും കരുതി. അതുകൊണ്ട് അതും കാര്യമായിട്ട് എടുത്തില്ല. ദൃശ്യം 2 കണ്ടപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിളിവർത്തി നമ്മളെ പറഞ്ഞയച്ചു. ഇപ്പോഴിതാ ദൃശ്യം 3യുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ജിത്തു ജോസഫ് പറയുകയാണ്. ഏപ്രിൽ മാസം ആദ്യ വാരത്തിൽ ഈ സിനിമയുടെ റിലീസ് എത്തും എന്നുള്ളതാണ് ജിത്തു ജോസഫ് പറയുന്നത്. ഒരു പ്രസംഗത്തിനിടെയാണ് ജിത്തു ഇക്കാര്യം പറയുന്നത്. ജിത്തു അപ്പോഴും പറയുന്നത്, ഇതിനകത്ത് നിങ്ങൾ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, ഇതൊരു സാധാരണ സിനിമയാണ്, ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി, വലിയ എക്സ്പെക്റ്റേഷൻസോടുകൂടിയൊന്നും വരരുത് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ദൃശ്യം 3 ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് ഉണ്ടാക്കിയ സിനിമയാണ്. 360 കോടി രൂപ, 360 കോടി രൂപയാണ് ദൃശ്യം 3 നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പനോരമ സ്റ്റുഡിയോസിന് ദൃശ്യം 3യുടെ എല്ലാ റൈറ്റ്സും അവർ വിറ്റു. അത് കൃത്യമായ ഗെയിം പ്ലാനായിരുന്നു, കൃത്യമായ കളിയായിരുന്നു. കാരണം 360 കോടി രൂപ മുടക്കി അവർ ദൃശ്യം 3യുടെ റൈറ്റ്സ് പനോരമ സ്റ്റുഡിയോസിന് പോലൊരു ബോളിവുഡിലെ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനിക്ക് വിറ്റതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ ഓരോന്ന് ഡൈസെക്ട് ചെയ്ത് സംസാരിക്കാം. ഏറ്റവും ഫോർമോസ്റ്റ് പോയിന്റ് നമ്പർ 1, ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തലവേദനകളും ഒഴിച്ചു മാറ്റി എന്നുള്ളതാണ്. കാരണം ഇത് പനോരമയുടെ കയ്യിലാണല്ലോ, പനോരമയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കണ്ടന്റിൽ കോൺഫിഡൻ്റ് ആണെന്നുള്ള ജിത്തു ജോസഫിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കി എല്ലാ തലവേദനയും പനോരമയുടെ കയ്യിൽ നിൽക്കുകയാണ്. ഇനി റിലീസിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ്സ് ആയിക്കോട്ടെ, എന്ത് പരിപാടിയാണെങ്കിലും അത് പനോരമയുടെ കയ്യിൽ ആയിരിക്കും നോക്കേണ്ടത്. ആൻഡ് പോയിന്റ് നമ്പർ 2, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർ കളിച്ച കളിയാണ്. ഈ ജിത്തു ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ കളിച്ചൊരു ഗെയിം പ്ലാനുണ്ട്. കാരണം ദൃശ്യം 3യുടെ ഷൂട്ട് ഹിന്ദിയിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് റിലീസ് ചെയ്യുമോ, അത് ആദ്യം ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് വരും, ഇതുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ കൃത്യമായിട്ട് അവർ ആ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുന്നത്, ആദ്യം മലയാളം ഇറങ്ങി 2 മാസം കഴിഞ്ഞിട്ട് ഹിന്ദി പതിപ്പ് ഇറങ്ങിയാൽ മതി. എന്താ ഈ 2 മാസം? 8 ആഴ്ചകൾ. ഈ 2 മാസം എന്ന് പറഞ്ഞാൽ 8 ആഴ്ചകൾ. ഒരു സിനിമ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്കുള്ളിൽ ഈ സിനിമ OTTയിൽ വരും. ആ OTTയിൽ വന്നതിന് ശേഷമേ ഈ ഹിന്ദി പതിപ്പ് പുറത്തു വരികയുള്ളൂ. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. ഏപ്രിൽ മാസം ആദ്യ ആഴ്ച ദൃശ്യം 3യുടെ മലയാളം പതിപ്പ് റിലീസാവുന്നു എന്ന് വിചാരിക്കുക. ഏപ്രിൽ തൊട്ട് മെയ് ഫസ്റ്റ് വീക്ക് തൊട്ട് ജൂൺ ഫസ്റ്റ് വീക്ക്, ഈ ജൂൺ ഫസ്റ്റ് വീക്കിന് ശേഷം മാത്രമേ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ക്ലോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് ജൂൺ ആദ്യ വാരത്തിന് ശേഷമേ റിലീസ് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ജൂൺ ആദ്യ വാരത്തിൽ തന്നെ ദൃശ്യം 3യുടെ OTT റിലീസ് വന്ന് കഴിയും. അതായത് ഈ ദൃശ്യം 3യുടെ OTT റിലീസിന് ശേഷം മാത്രമേ ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഏറ്റവും ഫൈനസ്റ്റ് ഡീൽ അവർ നടത്തി എന്നുള്ളതാണ്. കൃത്യമായ ഗെയിം പ്ലാൻ, കൃത്യം. കാരണം ഇതിൻ്റെ എല്ലാത്തിനും കാരണം ഇതിൻ്റെ പവർ ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഈ തല, ഈ ബുദ്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ ജിത്തു ജോസഫിൻ്റെയാണ്. ആ ബുദ്ധിയാണ് അവിടെ വില, അതാണ് മാർക്കറ്റ്, അതാണ് കളി. അപ്പോൾ കൃത്യമായി ഇവർ അതനുസരിച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൃത്യമായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ഏപ്രിൽ ആദ്യ ആഴ്ച വരുന്നത്. ഞാൻ പറയുന്നത് 2025 ലാലേട്ടൻ്റെ വർഷമാണ്. അവസാനം ഡിസംബർ 30 ലാലേട്ടൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും ബോക്സ് ഓഫീസിലും സിനിമാ മേഖലയിലുമൊക്കെ ലാലേട്ടൻ്റെ ഏറ്റവും മികച്ചൊരു വർഷം, ഒരുപക്ഷെ ഗോൾഡൻ ഇയർ അത് തന്നെയാണ് 2025. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടനെ തേടിയെത്തിയ വർഷം 2025. ഒരുപക്ഷെ 26ലും നമ്മളെ വിഷമിപ്പിക്കാത്ത ഒരു പിടി മികച്ച ലൈനപ്പ് നമ്മുടെ മെഗാ താരം ലാലേട്ടൻ്റെ കൈകളിലുണ്ട്. സൂപ്പർ താരം ലാലേട്ടൻ്റെ കൈകളിൽ അത്രമാത്രം പ്രോജക്ട്സുമുണ്ട്. ഇപ്പോൾ L365 തരുൺമൂർത്തിയുടെ സിനിമ ആയിക്കോട്ടെ, ദൃശ്യം 3 ആയിക്കോട്ടെ, അങ്ങനെ വരാനിരിക്കുന്ന ചില നല്ല പ്രോജക്ട്സ്, നല്ല എന്താ പറയുക, ഒരു പക്ഷേ
ഒരുപാട് വിശ്വാസമുള്ള പ്രോജക്ട്സ് ഉണ്ട്. ആ വിശ്വാസമുള്ള പ്രോജക്ട്സിലേക്ക് തന്നെയാണ് ആളുകൾ നോക്കുന്നതും. അതിനിടയിലാണ് ദൃശ്യം 3യുടെ ഒരു മെഗാ അപ്ഡേറ്റും കൂടി പുറത്തുവിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.